ഹായ്, ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പം അതിന് മാറ്റിയതാണ്. ഇശലിതാ മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇശലിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ, കണ്ണിനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ മാറ്റി കേട്ടോ. ഞാനും മാറ്റുന്നുണ്ട്, അവൾ മാറ്റുന്നുണ്ട്. പിന്നെ സ്പ്രേ അടിക്കുകയാണ് കേട്ടോ. എനിക്ക് സ്പ്രേ അടിക്കാനെന്തോ ഇപ്പോഴങ്ങനെ അടിച്ച് ശീലമായിട്ട് ഇപ്പം ഞാൻ സ്പ്രേ അടിക്കും കേട്ടോ. അതെന്തോ എൻ്റെ ഒരു ഇതാണ്. കുറേ മുമ്പേ ഉള്ളതാട്ടോ. സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇശലിനെ അടിച്ചിട്ട് പറ്റണില്ല. ഇശല് പറയാൻ നെങ്കിയിട്ട് നങ്ങണ്ടേന്ന് പറയാം. നല്ല റിസ്ക് എടുത്തിട്ട് അവൾ അടിക്കണേ കേട്ടോ. ഈ ബനിയന് ഞാൻ ക്രിസ്മസിന് മേടിച്ചായിരുന്നു കേട്ടോ. സ്കൂളിൽ നല്ല ചുവപ്പായിപ്പോയി, കണ്ണിൽ കുത്തുന്ന ചുവപ്പായിപ്പോയി. പിന്നെ ഇതാ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെയാണ് പോണത്. പിന്നെ തിരുവനന്തപുരം ഞങ്ങൾക്ക് വേറെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഞങ്ങൾ വീട് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പുറത്തുനിന്നാണ് വീഡിയോ എടുക്കണത്. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ പോകണം. കാരണം ജില്ലാ ഹോസ്പിറ്റലല്ലേ, അവിടേക്ക് നേരത്തെ പോകണമല്ലോ. ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ തിരൂരിന് വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. വീട്ടിലേക്കുള്ള എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കണം. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടും കൂടി പോയി കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയപ്പോൾ പിശല് പറയണം, എന്താ അമ്മ പുറത്തിറങ്ങിയപ്പോൾ തണുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഉച്ചക്കാവുന്ന നേരത്ത് ചൂടും കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വരുന്നത്, മഞ്ഞിൻ്റെതായിട്ടേ. അപ്പോൾ അങ്ങനെ പോയി കണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ചെരുപ്പ് നോക്കട്ടെ പറഞ്ഞിട്ട്. അവളിപ്പോൾ ഞാൻ പുതിയ മേടിച്ചില്ല ചെരുപ്പ്, അതാ ഇട്ടിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തോ അവൾക്കെന്തോ പറ്റിയില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ പറഞ്ഞ രസമുണ്ട് ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അപ്പം ഉണ്ട് അപ്പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ. സൗണ്ട് എന്താ വെച്ചാൽ മറ്റേ ട്രാക്ടർ പൂട്ടുമല്ലോ, അങ്ങനെ തന്നെ തുണയിൽ പറയുക. എനിക്കറിയണം കേട്ടോ ഇതിൻ്റെ പേരൊന്നും. അതങ്ങനെ ഉണ്ട്, പാടല്ലേ ഞങ്ങളെ വീട്. അപ്പോൾ ഇതിൽ കൂടി പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് വീഡിയോ ഒക്കെ ഇട്ടതാണ്. നല്ല കൊക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ടൊക്കെ പിന്നെ വോയിസ് കൊടുക്കണതാണ് കേട്ടോ. കാരണം അതിന് സൗണ്ട് ഉണ്ടായതുകൊണ്ടേ, അതിൽ നിന്നല്ല, നമുക്ക് മൈക്കല്ലാത്തതുകൊണ്ട് പിന്നെ വോയിസ് കൊടുക്കാനേ പറ്റണുള്ളൂ. അല്ലാത്ത സൗണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റണില്ല, നല്ല നോയ്സ് കൂടിയിട്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അടുത്ത് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് ചീട്ടെടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഞങ്ങളെങ്ങനെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എവിടെ നിങ്ങളെ കാണാനില്ലല്ലോ എന്ന് വെച്ചാൽ. അവൾ നേരത്തെ പോകാൻ കാരണം അവൾ നേരത്തെ പോയി ടോക്കൻ എടുത്താൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചോറുന്നൊക്കെ വെച്ചിട്ട് എൻ്റെ പണി കഴിച്ചിട്ട് എനിക്ക് പോകാമല്ലോ. ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ പെട്ടെന്ന് ഒഴിവാവില്ല കേട്ടോ. കുറേ സമയം പിടിക്കും അവിടെ. എന്താണെന്ന് വെച്ചാൽ നല്ല ആൾക്കാരുണ്ടാവും ജില്ലാ ഹോസ്പിറ്റലായതുകൊണ്ടേ. അപ്പം അങ്ങനെ പോയാണ്ടിരിക്കണം. അവളും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോഴാണ് ഇവിടെ പറയുന്നത് അവളെ മുടി ശരിയായിട്ടില്ല, മുടി ഇങ്ങനെയല്ല കുത്തല്. അവളെ ഒറ്റയ്ക്കനെ കെട്ടിയതൊക്കെ, പക്ഷെ എന്നാലും ഫ്രണ്ടിൽ അവൾ മുടി തൂക്കുന്നത് ഇങ്ങനെയല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നല്ല പോലെ കുത്തി കൊടുത്താൽ അതെടുത്ത് അവൾ ബോറാക്കി കുത്തി കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം അവൾക്കുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ബോറാക്കിയിട്ട് കുത്തിയിട്ടതാണ് കേട്ടോ അത്. അപ്പം ഞാൻ അങ്ങനെ പറയാൻ രസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കുറുമ്പിടിച്ച് അതാണ്. കണ്ണിന് കാണിക്കാൻ പോകുന്ന ആളാണ്, ഐലിനർ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാതെ പോകുന്നില്ല. അപ്പം ഞങ്ങൾ ബസ്സകത്തേക്കാണ് കേട്ടോ. ഞങ്ങളെ ബസ്സകത്തേക്കണ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ ബസ്സകത്തേക്കുക. അപ്പോൾ ഒരു വണ്ടിയും കാണാനില്ല, ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെയിറ്റിങ്ങിലാണ്. പിന്നെ ബസ് വന്നാൽ കയറി പോവാമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാട്ടോ. കണ്ണിൻ്റെത് ഈ സെക്ഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഇവിടെ ഐശ്വര്യ പോണോടത്താണ് കണ്ണിൻ്റെ സെക്ഷൻ വരുന്നത്. അവിടെയൊക്കെ നല്ല ഫുള്ളാണ് ആൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചടച്ചു. അപ്പോൾ എടുത്തി അവിടെ പുറത്ത് അവളെ കാണിച്ചിട്ട് മരുന്നിന് ഇരിക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് പോവാം, ഏതായാലും വന്നില്ലേ, ഞാനും വെള്ളം കൂടി ഇങ്ങനെ സീറ്റ് ഒപ്പിച്ചിരുന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാ. ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ഉച്ച സമയമായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഒരു ഔലി മിൽക്ക് 3 ഓരോന്ന് കുടിച്ച്. പിന്നെ ഈ ചോറ് പിന്നെ വന്നിട്ട് കഴിക്കാമല്ലോ, കാരണം ഞങ്ങൾക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കടയിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വിശക്കുമോ. പിന്നെ ചോറ് ഉച്ചയ്ക്ക് മേടിച്ചില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു ഔലി മിൽക്ക് കുടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് കണ്ണട വേണമായിരുന്നു. നമ്മൾ ഫേസ് നോക്കണ കണ്ണാടി ഉണ്ടല്ലോ, അപ്പോൾ ആ കണ്ണാടി മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കണ്ണാടി അങ്ങനെ നമ്മൾ റോഡ് സൈഡിലെ തിരൂർ ടൗണിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഇവർ നല്ല റേറ്റ് കുറവായിരിക്കും, ഇങ്ങനെ വെച്ച് വിൽക്കുമല്ലോ, ഇങ്ങനെ വണ്ടീൻ്റെ ഒക്കെ ബാക്കിൽ ഒരു സൈഡ് ഭാഗത്ത് അങ്ങനത്തെ സംഭവം ഇട്ടത്. അപ്പോൾ അവിടെ നല്ല ഉണ്ട്. ഇവിടെ നിന്ന് ഹുരിസിൻ്റെ അടുത്ത് കണ്ണാടി മേടിച്ചപ്പോൾ നല്ല കണ്ണാടിയായിരുന്നു. 50 രൂപ കേട്ടോ വലിയ കണ്ണാടിക്കൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കണ്ണാടി നോക്കി. അപ്പോൾ അവർ നമുക്ക് ചെറുതെടുത്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുത് വേണ്ട, എനിക്ക് വലുത് വേണമെന്ന്. അപ്പോൾ അവർ കളിയാക്കാണ്, നിങ്ങൾ ഫേസ് ഇതിലും കാണുമല്ലോ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഞാൻ വലിയൊരു കണ്ണാടി മേടിച്ച് അവിടെ നിന്ന്. അപ്പോഴാണ് മറ്റാൾക്ക് ഒന്നും കൂടി വേണമെന്ന് കണ്ണാടി. അപ്പോൾ അത് ഇങ്ങനത്തെ അല്ല, അവൾക്ക് മറ്റേ മോഡൽ കണ്ണാടി വേണമെന്ന്. മറ്റേ എന്തോ ഒരു മുഖം നോക്കുമ്പോൾ കൊണ്ടുപോകുമല്ലോ, ടൂറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കണ്ണാടി. അതാ കണ്ടില്ലേ. അപ്പോൾ ഇത് മേടിക്കണം എന്ന് പറഞ്ഞാൽ തിരക്കാണ്. അതിന് 30 രൂപയായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട മോൾ എന്തിനാ വെറുതെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാശി. അങ്ങനെ പിന്നെ അവൾക്ക് അങ്ങനെ ഒരു കണ്ണാടി ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ കൂടുതൽ നിന്നിട്ടില്ല കേട്ടോ. അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കപ്പോൾ എടുത്തിട്ടുണ്ട്, വേഗം പോരെ മോളെ, പിന്നെ ഓരോന്നാവും മേടിക്കലെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഈ ലവ്ചിഹ്നത്തിൻ്റെ അവൾ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലവ്ചിഹ്നത്തിൻ്റെ ഭംഗിയില്ലടി ലവിൻ്റെത്, വേറെ റൗണ്ടായിട്ടുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്ന് നോക്കിട്ടോ.
പിന്നെന്താ കത്തി പല ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഇപ്പോൾ കണ്ണാടിയായിരുന്നു. അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള ബസ് കാത്തിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കാളാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനുള്ള ബസ്സിന് നമ്മൾ വെയിറ്റിംഗ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ താഴെപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ബസ് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മോളാകെ ക്ഷീണിച്ചിട്ട് മോളുണ്ട് കുഴങ്ങില്ലമ്മ പറഞ്ഞ് നിൽക്കുക. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി വിളിച്ച് പോരുമ്പോൾ ഒരുപാട് പൈസ കൂട്ടാ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ വണ്ടി വിളിച്ച് വരലില്ല. ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ബസ്സിനാട്ടോ പോക്ക്. കാരണം നമുക്ക് റോഡ് സൈഡിൽ വീട് തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.